നമസ്കാരം. എല്ലാവരുടെയും ആഗ്രഹമാണ് ഒരു കാർ സ്വന്തമാക്കുക എന്നുള്ളത്. എന്നാൽ പല സിറ്റുവേഷൻസ് കൊണ്ടും പലർക്കും അത് പറ്റാറില്ല. രാജ്യത്തെ SUVകൾക്ക് വർദ്ധിച്ചു വരുന്ന ഡിമാൻഡാണ് ഇപ്പോൾ കാണാനാകുന്നത്. എങ്കിലും ഇന്ത്യൻ വാങ്ങുന്നവരിൽ വലിയൊരു വിഭാഗം ഇപ്പോഴും അവരുടെ ആദ്യ ചോയ്സിൽ താങ്ങാനാവുന്ന കാറുകളിലേക്കാണ് നോക്കുന്നത്. വരുന്ന വർഷത്തിൽ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്ന ഏറ്റവും മികച്ച 3 ലോ ബഡ്ജറ്റ് കാറുകളെ കുറിച്ച് നോക്കാം. ആദ്യത്തേത് കിയ സിറോസ് ആണ്. ഇന്ത്യൻ വിപണിയിലെ തങ്ങളുടെ അടുത്ത SUVയെ സിറോസ് എന്ന് വിളിക്കുമെന്ന് ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ കിയ സ്ഥിരീകരിച്ചിരുന്നു. 2025 ആദ്യ പാദത്തിൽ ഇത് അവതരിപ്പിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ട്. ഈ പുതിയ മോഡൽ സോണറ്റിനും സെൽറ്റോസിനും ഇടയിലാണ് സ്ഥാനം പിടിക്കുന്നത്. ഇതൊരു ലൈഫ് സ്റ്റൈൽ SUV ആയാണ് വിപണിയിലെത്തുക. കനത്ത ക്ലൗഡിങ്, ബോക്സി ആകൃതി, പരന്ന മൂക്ക് എന്നിവയ്ക്കൊപ്പം പരുക്കൻ സ്റ്റൈലിംഗും ഇതിനുണ്ടായിരിക്കും. ഉയർന്ന സാങ്കേതിക വിദ്യയും സുരക്ഷാ സംവിധാനങ്ങളുമായാണ് പുതിയ SUV എത്തുന്നത്. ഇതിന് പനോരമിക് സൺറൂഫ്, വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഡ്രൈവർ സീറ്റ്, അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റന്റ് സിസ്റ്റം അല്ലെങ്കിൽ ADAS ടെക് എന്നിവ ഉണ്ടായിരിക്കും. 6 എയർ ബാഗുകൾ, ABS വിത്ത് EBD, 360 ഡിഗ്രി സറൗണ്ട് വ്യൂ ക്യാമറ, TPMS, ഫ്രണ്ട് പാർക്കിംഗ് സെൻസറുകൾ, റിയർ ഡിസ്ക് ബ്രേക്കുകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. 1.0 ലിറ്റർ ടർബോ പെട്രോൾ, 1.5 ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിനുകൾ SUVകൾക്ക് നൽകാനാണ് സാധ്യത. ഇതിന് 1.5 ലിറ്റർ NA പെട്രോൾ എഞ്ചിനും ലഭിക്കുന്നുണ്ട്. പുതിയ ഹോണ്ട അമേസ് ആണ് അടുത്തത്. ഹോണ്ട കാറുകൾ ഏറെ കാത്തിരുന്ന ന്യൂജൻ അമേസ് സബ് 4 മീറ്റർ സെഡാൻ 2024 ഡിസംബർ 4 രാജ്യത്ത് അവതരിപ്പിക്കും. പുതിയ മോഡൽ പുതിയ ഡിസൈനും ഇന്റീരിയറും ഉൾക്കൊള്ളുന്നതാണ്. ഇത് ബ്രാൻഡിന്റെ പുതിയ ഇനത്തിന് അനുസൃതമായിരിക്കും. ഹോണ്ട എലിവേറ്റ് ഉൾപ്പെടെയുള്ള കാറുകൾ യഥാർത്ഥത്തിൽ സിറ്റിയുടെ പ്ലാറ്റ്ഫോമിലായിരിക്കും പുതിയ അമേസ് രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നത്. ഹോണ്ട പുതിയ അമേസിന്റെ ഡിസൈനും ഇന്റീരിയർ സ്കെച്ചുകളും പുറത്തിറക്കിയിട്ടുണ്ട്. ഇത് പുതിയ അമേസ് ഡിസൈൻ സിറ്റിയുടെയും അമേസിന്റെയും മിശ്രിതമായിരിക്കുമെന്ന് സൂചിപ്പിക്കുന്നതാണ്. ക്യാബിൻ ലേഔട്ടും ഫീച്ചറുകളും എലിവേറ്റ് SUVയിൽ വാഗ്ദാനം ചെയ്യുന്നതിന് സമാനമായിരിക്കും. ഫീച്ചറുകളുടെ കാര്യത്തിൽ പുതിയ ഹോണ്ട അമേസിന് സിംഗിൾ പെൻ സൺറൂഫ്, വലിയ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് യൂണിറ്റ്, വയർലെസ് ഫോൺ ചാർജർ, ക്യാമറ അടിസ്ഥാനമാക്കിയുള്ള ADAS സിസ്റ്റം എന്നിവ ഉണ്ടാകും. മാനുവൽ CVT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സോട് കൂടിയ 1.2 ലിറ്റർ NA പെട്രോൾ എഞ്ചിന് ഇത് തുടരും. ഹ്യുണ്ടായി ഇൻസ്റ്റർ EV ആണ് അടുത്തത്. ഹ്യുണ്ടായി തങ്ങളുടെ ഏറ്റവും ചെറുതും താങ്ങാനാവുന്നതുമായ ഇലക്ട്രിക് വാഹനമായ ഇൻസ്റ്റർ EV 2026 ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കും. പുതിയ ഇൻസ്റ്റർ ബ്രാൻഡിന്റെ ശ്രീപെരുമ്പത്തൂർ ഫാക്ടറിയിലാണ് ഇത് നിർമ്മിക്കുക. ഇത് ഹ്യുണ്ടായിയുടെ ആഗോളവും താങ്ങാനാവുന്നതുമായ EGMP പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും. കാസ്പർ മൈക്രോ SUVയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് സ്റ്റൈലിംഗ്. ഇതിന് 3.8 മീറ്റർ നീളവും ഇത് ഹ്യുണ്ടായി എക്സ്റ്റർ മൈക്രോ SUVക്ക് സമാനമാണ്. പുതിയ മോഡൽ 42 kWh, 49 kWh എന്നിങ്ങനെ 2 ബാറ്ററി ഓപ്ഷനുകളിൽ ലഭ്യമാകും. അടിസ്ഥാന വേരിയന്റിൽ 95 HPയും ലോങ് റേഞ്ച് വേരിയന്റിൽ 113 HPയും വാഗ്ദാനം ചെയ്യുന്ന ഫ്രണ്ട് ആക്സിൽ മൗണ്ടഡ് ഇലക്ട്രിക് മോട്ടോറുകളുമായാണ് 2 മോഡലുകളും വരുന്നത്. 2 വേരിയന്റുകളിലും പീക്ക് ടോർക്ക് 147 Nm ആയിരിക്കും. ഒറ്റ ചാർജിൽ 355 കിലോമീറ്റർ വൈദ്യുത റേഞ്ച് വാഗ്ദാനം ചെയ്യുമെന്നാണ് അവകാശപ്പെടുന്നത്.